ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ്, റിവിഷൻ. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. റൈറ്റ് പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 20 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. റൈറ്റ് ഓൾസോ ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ചോദ്യം മനസ്സിലായല്ലോ. അതായത് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, രണ്ടാം കൃതി പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇതിനെ ഒന്നാം കൃതിയുടെ 2 ഗുണനഫലമായിട്ട് എഴുതുക, പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. കൂടാതെ പി ഓഫ് എക്സ് സമം 0 ഇതിൻ്റെ പരിഹാരങ്ങൾ, സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന പോളിനോമിയൽ എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 20. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് 2 ഒന്നാം കൃതി എന്താണ് പോളിനോമിയലായിട്ട് ഘടകങ്ങളായിട്ട് എഴുതണം. അതിന് നമുക്ക് ഈ 20 എടുക്കാം. 20ൻ്റെ ഘടകങ്ങൾ 1 × 20 20, 2 × 10 is 20, 4 × 5 is 20. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇതിൽ നോക്കിക്കേ, ഇവിടെ -9 ആണ് വരുന്നത്. നോക്കിക്കേ, 4ഉം 5ഉം അല്ലേ നമുക്ക് 9 കിട്ടുക. 2ഉം 10ഉം 12, ഇത് 21. അപ്പം 9 കിട്ടുന്നു. 4ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. പക്ഷെ ഇവിടെ -9 ആണ്. 2ന് -9 കൊടുത്ത് നോക്കിക്കേ. -4 പ്ലസ് -5 ഈക്വൽസ് -9. -4 ഇൻറ്റു -5 ഈക്വൽസ് +20. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 20 നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5x പ്ലസ് 20 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് രണ്ടിൽ എക്സ് കോമൺ ഫാക്ടർ എടുക്കുക. വാട്ട് ഈസ് ലെഫ്റ്റ്? എക്സ് മൈനസ് 4. എക്സ് കോമൺ ഫാക്ടർ എടുക്കാതെ ഇതിനെ രണ്ടിനെയും എക്സ് കൊണ്ട് ഹരിച്ച് കിട്ടുന്നത് ബ്രാക്കറ്റിനകത്ത് എഴുതുക. ഇവിടെ -5 പുറത്തെടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് 20 ഡിവൈഡഡ് ബൈ -5 ഈസ് -4. അപ്പം നോക്കി, എക്സ് -4 രണ്ടിലും കോമൺ. എക്സ് -4 ഇൻറ്റു എക്സ് -5. ഇത്രയും സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് -5 ഇൻറ്റു എക്സ് -4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ആൻസർ ആയി. ഇനി അടുത്തത് പി ഓഫ് എക്സ് സമം 0 അതായത് ഇവിടെ പി ഓഫ് എക്സിന് പകരം 0 ഇതെന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 20 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഘടകങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. എക്സ് -4 ഇൻറ്റു എക്സ് -5 ഈക്വൽ ടു 0. ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് -4 0, എക്സ് -5ഉം 0. ഏതെങ്കിലും ഒന്ന് 0 അല്ലെങ്കിൽ രണ്ടും 0. എക്സ് -4 ഈക്വൽ ടു ബ്രാക്കറ്റ് ആവശ്യമില്ല. എക്സ് -4 ഇസ് ഈക്വൽ ടു 0 ഓർ എക്സ് -5 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 4ന് അപ്പുറത്തുകൊണ്ട് വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നും ഇവിടെ എന്താ കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 5 എന്നും കിട്ടും. അപ്പോൾ നമ്മൾക്ക് 2 സൊല്യൂഷൻസ് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, പി ഓഫ് എക്സ് ഇസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് പി ഓഫ് 1 ഈക്വൽ ടു 0, പി ഓഫ് -2 ഈക്വൽ ടു 0. ഒരു രണ്ടാം കൃതി പോളിനോമിയലിൻ്റെ എന്താണ് പോളിനോമിയലിൽ പി ഓഫ് 1 0ഉം പി ഓഫ് -2 0ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സിൻ്റെ ഒന്നാം കൃതി ഘടകങ്ങൾ എഴുതുക. പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ എഴുതാം. നമുക്ക് ഓരോന്നും ആൻസർ കണ്ടുപിടിക്കാം. എന്താണ് പി ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് -1 ഈസ് എ ഫാക്ടർ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പി ഓഫ് 1 0 എന്ന് പറഞ്ഞാൽ എക്സ് -1 ഈസ് എ ഫാക്ടർ. പി ഓഫ് -2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ -2ന് ഇപ്പുറത്തോണ്ട് വരുമ്പോൾ
ഇതെന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു -2 എന്നർത്ഥം. അപ്പൊ ഇത് മൈനസിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എക്സ് പ്ലസ് 2 ഈസ് എ ഫാക്ടർ. അപ്പം എക്സ് പ്ലസ് 2 ഈസ് എ ഫാക്ടർ എന്ന് കിട്ടി. അപ്പം ഫൈൻഡ് ദ ഫസ്റ്റ് ഡിഗ്രി നമുക്ക് ആൻസർ ആയി എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 2 ആയി. ഇനി പോളിനോമിയൽ കാണാൻ അതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാ പോരെ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 equals x into x square minus 1 plus 2 is plus 1 into x plus 1x minus 1 into plus 2 is minus 2. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. മൾട്ടിപ്ലിക്കേഷൻ ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ, മനസ്സിലായില്ലേ? എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ -1 പ്ലസ് 2 ഇൻറ്റു എക്സ്, അതായത് എത്ര വരും? -1 plus 2 is 1 into എക്സ്. പിന്നെ അടുത്തത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലം, അതാണ് തേർഡ് ടേം ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ ഹൂസ് പെരിമീറ്റർ ഈസ് 80 സെന്റിമീറ്റർ ആൻഡ് ഏരിയ 351. അതായത് ഒരു റെക്ടാംഗിൾ, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെന്റിമീറ്ററും പരപ്പളവ് 351 ചതുര സെന്റിമീറ്ററുമായ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെ തന്നിട്ടുണ്ട്? പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് പെരിമീറ്റർ, 80. അങ്ങനെയാണെങ്കിൽ ഒരു ലെങ്ത് ഒരു ബ്രെഡ്ത്തും എത്രയായിരിക്കും? 80ന്റെ പകുതി എത്ര? 40. അതിൽ ലെങ്തിന് എന്താണ് 40 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 40 മൈനസ് എത്ര? ലെങ്ത്. അല്ലെങ്കിൽ ലെങ്തിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ലെങ്ത് ഈക്വൽസ് എക്സ്. അപ്പോൾ ബ്രെഡ്ത്ത് എത്ര? ബ്രെഡ്ത്ത് ഈക്വൽസ് 40 മൈനസ് എക്സ്. കൺഫ്യൂഷൻ ആക്കണ്ട, എല്ലും ബി ഒന്നും കൊടുക്കണ്ട. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും കൂടെ 40. ലെങ്ത് എക്സ് ആയാൽ ബ്രെഡ്ത്ത് എത്ര? 40 മൈനസ് എക്സ്. അപ്പൊ ഏരിയ എന്നിട്ടുണ്ട് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഏരിയ ഈക്വൽസ് 351. ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എക്സ് ഇൻറ്റു 40 മൈനസ് എക്സ് ഈക്വൽസ് 351. ഓപ്പൺ ദ ബ്രാക്കറ്റ്. x into 40, 40x minus x into x square equals 351. ഇതിനെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കണം. ഓക്കെ, അപ്പം ഇതിനെല്ലാം കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പം മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ 40 മൈനസ് 40x പ്ലസ് 351 ഈക്വൽ ടു 0. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. നമുക്കിത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഈക്വൽസ്. ഇതാ നോക്കിക്കേ, എ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്, ബി സി. അപ്പോൾ നമുക്ക് എ എത്രയാണ്? മൈനസ് ബി. അപ്പോൾ ബി എത്ര? 40 മൈനസ് ബി മൈനസ് 40. അപ്പോൾ മൈനസ് മൈനസ് ഇത് പ്ലസ് ആവും അല്ലേ? 40 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 40 സ്ക്വയർ 1600 1600 മൈനസ് 4 ഇൻറ്റു എ ഈസ് 1 ഇൻറ്റു സി എത്രയാണ്? 351. കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്തോട്ട് എഴുതാം. 1600 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 351 by 2a, that is 2 into 1 equals 40 plus or minus root of 1600 മൈനസ് എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1404 എന്ന് വരും. 1404 ഹോൾ ബൈ
ഈക്വൽസ്, അതായത് എക്സ് ഈക്വൽസ് 40 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 196/2 ഈക്വൽ 40 പ്ലസ് ഓർ മൈനസ് 196ൻ്റെ റൂട്ട് 14/2. ഇപ്പോൾ എത്ര കിട്ടും? 2 വില കിട്ടും അല്ലേ? 40 പ്ലസ് 14/2 ഓർ 40 മൈനസ് 14/2. ഇതെത്ര വരും? 40 14 54/2 ഓർ 40 14 പോയ എത്ര? 30 10 4 6 26 26/2. അപ്പോൾ എത്ര കിട്ടും? 27 അല്ലെങ്കിൽ 13. അപ്പോൾ എക്സിന് രണ്ടും പോസിറ്റീവ് വിലകളാണ് കിട്ടുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്നാണ് പറയുന്നത്. അപ്പം ലെങ്തും 27 ആണെങ്കിൽ ബ്രെഡ്ത്ത് 13, ലെങ്ത് 13 ആണെങ്കിൽ ബ്രെഡ്ത്ത് 27. അപ്പൊ ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്ന് ചോദിച്ചിരിക്കുന്നോട് ചെറുതും വലുതൊന്നും ചോദിച്ചിട്ടില്ല. therefore length of the sides equals 27 and in a right triangle one of the perpendicular sides is 2 cm more than that of other. Area of the triangle is 24 cm square. Find the length of the perpendicular sides of the right triangle. മനസ്സിലായല്ലോ ചോദ്യം? എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ലംബ വശങ്ങൾ. ഇതാണ്ടേ ഒരു റൈറ്റ് ട്രയാങ്കിളിന് ലംബ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 2 വശങ്ങൾ. എന്താണ്? അതിൽ ഒരു വശം മറ്റു വശനേക്കാൾ 2 കൂടുതലാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് x+2 ആയിരിക്കും അല്ലേ? ഇത് എക്സ് എന്ന് എടുത്താൽ ഇത് x+2 ആയിരിക്കും. ഫൈൻ ഏരിയ എന്നിട്ടുണ്ട്. ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് 24 സെന്റിമീറ്റേഴ്സ്. അതായത് ഈ ത്രികോണത്തിന്റെ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് 24 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ലംബവശങ്ങളുടെ നീളം എത്രയാണ്? അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എക്സ് എന്നും x+2 എന്നും എഴുതാം അല്ലേ? ആർ ദ perpendicular sides. Are the perpendicular sides. പിന്നെ ഏരിയ ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പം ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x+2. ഇതെന്ന് പറയുന്നത് എത്ര? 24. 24 ഈക്വൽസ് ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x+2. അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പം എത്ര കിട്ടും? 24 × 2 ഈസ് 48. എക്സ് ഇൻറ്റു x+2 ഈക്വൽസ് 48. ഓപ്പൺ ചെയ്ത് എക്സ് ഇൻറ്റു എക്സ് x² പ്ലസ് 2x. ഈ 48നെ പുറത്തുണ്ടാകാം അല്ലെങ്കിൽ ഈക്വൽ ടു 48. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യാൻ ഇത് എളുപ്പം. ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. x² പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ 48 പ്ലസ് 1. ഇത് ഏതിൻ്റെ എക്സ്പാൻഷൻ ആണ്? x+1 ഹോൾ സ്ക്വയർ. പുറത്തോട്ട് എഴുതാം. x+1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 എന്ന് കിട്ടും. x+1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. ഇപ്പൊ x+1 എത്ര? റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7. അപ്പോൾ x+1 ഈസ് ഈക്വൽ ടു 7 ഓർ x+1 ഈസ് ഈക്വൽ ടു -7. അപ്പോൾ ഇവിടെ എത്ര വരും? x ഈസ് ഈക്വൽ ടു ഈ 7 -1 എത്ര വരും? 6. ഇവിടെ x ഈസ് ഈക്വൽ ടു -7 -1 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? -8 എന്ന് കിട്ടും. ഈക്വൽസ് -8. ഇവിടെ നോക്കിക്കേ, ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആണ് പറയുന്നത്. അപ്പം നമുക്ക് നെഗറ്റീവ് വാല്യൂ നോക്കിക്കേ, നെഗറ്റീവ് വാല്യൂയുടെ ആവശ്യമില്ല, പോസിറ്റീവ് വാല്യൂസ് മതി. അപ്പോൾ 6ഉം 8ഉം. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ്സ് എത്ര വരും? 6ഉം 6+2. ഇവിടെ എഴുതാൻ സ്ഥലമില്ല.
ഇനി മൊത്തം വായിക്കേണ്ടി വരും. ഇതിൻ്റെ ഇവിടെ ആൻസർ എഴുതാം. എന്താണ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. ആൻസർ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ബായ്. അപ്പോൾ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്.